ട്രാൻസ്ഫർക്ക് പോലും പണം അടക്കേണ്ട സ്ഥിതിയാണ്. പെയ്ഡ് സർവീസ് എന്നൊക്കെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ സർവീസ് ഇരുന്നിട്ട് പോകുന്ന ആളിന് അയാൾ വിചാരിച്ചു എപ്പോൾ പറഞ്ഞാലും കൊള്ളാം. അതൊക്കെ ആളുകൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൽ പലരും എഴുതില്ലേ. ഇപ്പോൾ ഒരാളെ ശബ്ദം അയാൾ പറയണം എൻ്റെ ശബ്ദം അല്ലെന്ന് നിശ്ചയിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അതെൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. അഴിമതിക്കാരുണ്ടെങ്കിൽ പിടിച്ചിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അഴിമതി നടക്കുന്ന ഏറ്റവും വലിയ ആരോപണമുള്ള ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കേരളത്തിൽ. ചരിത്ര സംഭവമാണ്. അടുത്ത 1.5 മാസത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റ് അവസാനിക്കും. പിന്നെ തെറ്റ് ചെയ്തവരെ വീട്ടിൽ റെയ്ഡ് ചെയ്തു. ആ ദിവസം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, ആ വ്യക്തിയെ. മറ്റ് വീടുകളിൽ എല്ലാം പിന്നെ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. അവരുടെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത എന്താണോ അവരുടെ ശുപാർശ അതനുസരിച്ച് നടപടി ഉണ്ടാവും. അല്ലാതെ നമ്മളെല്ലാവരെയും കള്ളനാണെന്ന് മുദ്രകുത്താൻ പറ്റത്തില്ല. എല്ലാവരെയും കള്ളാന്ന് വിളിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. കുറ്റം ചെയ്യുന്നവരെ കണ്ടെത്തുന്നു, അവരെ വിജിലൻസ് നിർദ്ദേശിക്കുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അല്ലാതെ എല്ലാവരെയും കയറി അങ്ങ് കള്ളാന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ സർവീസിലുള്ള എല്ലാവരും കള്ളന്മാരാണെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. അതൊരു മന്ത്രി ഒട്ടും പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. വളരെ നല്ല ഓഫീസർമാരുണ്ട്, വളരെ കൃത്യതയോടെ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അഭിപ്രായമൊക്കെ ആർക്കും പറഞ്ഞുകൂടി. എന്തെല്ലാം പറയുന്നത് ടി വിയുടെ മുമ്പിൽ നിന്ന് പറയുന്നില്ലേ? അതിലൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും അത്ര മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പിന്നെ എൻ്റെ അടുത്ത് ഒന്നും വരത്തില്ല. പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതൊന്നും അതിൻ്റെ ഒന്നും ആൾക്കാരല്ല. അവർക്ക് നല്ല ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നുള്ള പരിപാടികളൊന്നും ഇല്ല. അതൊക്കെ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയും. ഇത് പണ്ട് പറഞ്ഞില്ലേ? അതിപ്പോൾ ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നതിന് പണ്ട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളല്ലേ വന്നിട്ടുമായിട്ട്. അതിപ്പോൾ ആർക്കെങ്കിലും ഫോൺ എടുത്ത് വെച്ച് എന്തും പറഞ്ഞു. എനിക്കെന്തും പറഞ്ഞുകൂടി. അതുപോലെ ഒന്നും പറയാം. അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണാറില്ല, കേൾക്കാറില്ല. ഞാനൊട്ട് കേട്ടതുമില്ല. ഇതൊന്നും കേൾക്കാത്ത കാര്യം ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത്. പിന്നെ അതിപ്പോൾ ആളുകൾക്ക് അഭിപ്രായം പലതും പറയാം. അതെല്ലാം ശരിയാണോ? ഇവിടെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി എടുത്തിട്ടുണ്ട്. എറണാകുളം RTOയുടെ നടപടി വന്നു, അവരെ പിടിച്ചു, അതിനുള്ള നടപടികൾ കണ്ടു. അത് അപ്പോൾ റിപ്പോർട്ട് വന്ന് അവിടെ റിപ്പോർട്ട് വരുന്ന ആ നിമിഷം തന്നെ ഇവിടെ സസ്പെൻഷനായി. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അതൊക്കെ അയാളുടെ കാര്യങ്ങളല്ലേ, പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഒരാൾ മദ്യപിക്കണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, മദ്യ കച്ചവടം നടത്തണ്ട എന്ന് പറയാം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പിടിച്ചോളൂ. നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിൽ അഭിപ്രായം പറയത്തില്ല. ഇയാളെന്തിനാ മദ്യം വാങ്ങിച്ച് വീട്ടിൽ വെച്ചതെന്ന് ഞാൻ ചോദിക്കാൻ പറ്റും? ഞാനാരാ? അത് അവരുടെ സൗകര്യമാണ്. അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. നമ്മളല്ല, ആ വകുപ്പ്.